I would like to turn my attention to the Word of God. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. Isaiah 40. Book of Isaiah chapter 40 verse 30 and 31. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ബലം നൽകുന്നു. He will give strength to the faint. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. Young people may faint. യൗവനക്കാരും ഇടറി വീഴും. Young men stumble and fall. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. But those who trust in the Lord will renew their strength. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. But those who trust and wait on the Lord, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. they will soar on wings like eagles. അവർ തളർന്നു പോകാതെ നടക്കും, ക്ഷീണിച്ചു പോകാതെ ഓടും. They will run and not grow weary. They will walk and not faint. വിശുദ്ധ വചനത്തിൽ വിശ്വാസ സമൂഹത്തെ വിവിധ വസ്തുക്കളോട് ഉപമിച്ച് പഠിപ്പിക്കുന്നുണ്ട്. The Word of God compares us to many things in the Bible. ചില പാസേജുകളിൽ നമ്മളെ മൃഗങ്ങളോട് താരതമ്യപ്പെടുത്തി പഠിപ്പിക്കുന്നു. Some passages the Word of God compares us with animals. ചില ഭാഗങ്ങളിൽ അത് പക്ഷികളോട് തുല്യം ചെയ്ത് പഠിപ്പിക്കുന്നു. And in some places the Word of God compares us with birds. ചില ഭാഗത്ത് മൃഗങ്ങളോട് താരതമ്യം ചെയ്ത് പഠിപ്പിക്കുന്നു. Other parts compares us with the beasts. മരങ്ങളോട് സാദൃശ്യപ്പെടുത്തി പഠിപ്പിക്കുന്നു. With the trees. ഇതിനെല്ലാം നമുക്കൊരു ആത്മീയ പ്രചോദനം നൽകുവാൻ ആത്മീയ ദൂത് ഒരുക്കിയിട്ടാണ് ഈ ദൂതുകളെല്ലാം ആ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. God, our Lord, prepares or explains all this by giving us a refreshment. ഇവിടെ നമ്മളെ ഓമിച്ചിരിക്കുന്നത് കഴുകനോടാണ്. Here the Word of God compares us with eagles. ഇവർ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. Those who wait on the Lord will renew their strength. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. And they will soar like eagles. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുക. Like eagles they will soar on wings. അവർ തളർന്നു പോകാതെ ഓടും. They will run without getting അവർ weary. ക്ഷീണിച്ചു പോകാതെ നടക്കും. Without fainting they will walk. എന്താണ് അതിന്റെ അർത്ഥം? What is the meaning of this? എങ്ങനെയാണ് ജയജീവിതം നയിപ്പാൻ കഴിയുന്നത്? How can you lead a victorious life? ഈ വാക്യം നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ്. This is a very familiar passage for us. ധാരാളം ആത്മീയ വേദികളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. We have listened this many times. ധാരാളം സമയം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യം ഉരുവിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. Many times we repeat these verses when we pray. പക്ഷെ നാം മനസ്സിലാക്കണം, എങ്ങനെയാണ് നമ്മൾ പറന്നുയരുകയും ജയജീവിതം ചെയ്യുവാൻ സാധ്യമാകുകയും ചെയ്യുന്നത്? But how we can soar on our wings and then lead a victorious life. വളരെ വേഗത്തിൽ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. I would like to bring to you 7 points. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. Very important points. വളരെ വേഗം ശ്രദ്ധിച്ചിരിക്കുകയും please be എന്റെ കൂടെ നിങ്ങൾ ഇഞ്ഞു പോന്നാ മതി. Come with me. ഇനി ആ ഭാഗം ഒന്ന് വായിച്ച് താഴോട്ട് നോക്കി ഇരിക്കണ്ട. Don't start reading below that verses. ഞാൻ നോക്കുമ്പോൾ ചിലരൊക്കെ ഇപ്പോഴും പുസ്തകത്തിലോട്ട് കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Some of you are still reading that verse. നിങ്ങൾ ഇനി അത് നോക്കണ്ട. നോക്കിയാൽ നിങ്ങൾ യെശയ്യാപ്രവചനം മൊത്തം വായിക്കും. Don't look at that or you will start reading the whole Isaiah. യെരമ്യാപ്രവചനത്തിലോട്ട് കയറും. You will go into Jeremiah. ഞാൻ മെസ്സേജ് നിർത്തും. And I'll have to stop my message. അവസാനം ഒന്നും കിട്ടുകയില്ല. Finally you won't get anything. അതുകൊണ്ട് ദൈവവചനം ശ്രദ്ധിച്ചിരിക്കണം. So listen carefully. നോക്ക, എങ്ങനെയാണ് നമ്മൾ ജയജീവിതം നയിപ്പാൻ കഴിയുന്നത്? How can we lead a victorious life? കഴുകനെ പോലെ പറന്നുയരുമെന്നാ പറയുന്നത്. Like eagles soar on their wings. നമ്മൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെ അത് സാധ്യമാകും? How can it be done? ഒന്നാമതായി, number 1, കഴുകനെ പോലെ പറന്നുയരണമെങ്കിൽ കഴുകനായി ജന്മമെടുക്കണം. So to soar like an eagle, you should be born as an eagle. കോഴിയുടെ കൂടെ ഒരിക്കൽ ഒരു കഴുകൻ കുഞ്ഞകപ്പെട്ടു. One time a little eagle baby was with a chicken. ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തള്ളക്കോഴി ആഹാരമൊക്കെ കൊഞ്ഞു കൊടുക്കുന്നതെല്ലാം തിന്നു നടക്കുന്ന കൂട്ടത്തിൽ ഇതും തിന്നു നടക്കുകയാ. All the little chicks were eating and this little eagle also started. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അതിന്റെ കാലുകൾക്ക് ഒരു ചെറിയ മാറ്റം.
So after a few weeks, there is a difference in its legs, അതിന്റെ ചിറകുകൾക്ക് ഒരു ചെറിയ മാറ്റം. difference in its wings. കോഴികൾ ഇങ്ങനെ കൊത്തിപ്പിറക്കി നടക്കുമ്പോൾ When these little chicks are eating from the ground, കഴുകന്റെ നോട്ടം അതിനേക്കാൾ മുകളിലോട്ടാ. but the eagle is looking upwards. എന്തുകൊണ്ടാണ് ആ കഴുകൻ അവിടെ നിന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടാത്തതെന്നറിയാമോ? Why? Do you know why this little eagle doesn't like standing there? കഴുകൻ കോഴിക്കുഞ്ഞിന്റെ കൂടെ നടക്കുന്നെങ്കിലും അതിന് കോഴിയുടെ ജന്മമല്ല. Because an eagle is not a chicken. മനസ്സിലാകുന്നുണ്ടല്ലോ? You understand, right? എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? Do you know what it means? കഴുകൻ ഒരു ദിവസം ചിറകടിച്ചു പറക്കാൻ തുടങ്ങുക. One day this little eagle will start to beat its wings. കോഴിക്കുഞ്ഞിന്റെ ചിറകിന് വളർച്ചയ്ക്ക് ഒരു പരിധിയുണ്ട്. The chicken's wings will only grow to a certain extent. അതിന്റെ പറക്കയ്ക്ക് ഒരു പരിമിതിയുണ്ട്. However it can fly, there is a limit. നമുക്കറിയാമല്ലോ, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അതിങ്ങനെയാണ്, ചൊട്ടച്ചാണടി ദൂരം മാത്രം കട്ടിച്ചങ്ങ് പറക്കും കോഴി. In Malayalam we say the chicken only can fly a very little. അതിനത് കൂടുതൽ പറക്കാൻ പറ്റത്തില്ല. He cannot fly beyond. കാരണം എന്തെന്നറിയാമോ? You know why? അതിന്റെ ജന്മം കഴുകന്റെ കുടുംബത്തിലല്ല. Because it was not born into an eagle's family. ഇതെന്താണ് അർത്ഥമാക്കുന്നറിയാമോ? Do you know what it means again? ഒരു ദൈവവൈതൽ ജയജീവിതം നയിക്കണമെങ്കിൽ അവന്റെ വീണ്ടും ജന്മം കറക്റ്റ് ആയിരിക്കണം. For a child of God to live victoriously, his born again experience should be true. അവന്റെ വീണ്ടും ജന്മം കറക്റ്റ് ആയിരുന്നാൽ മാത്രമേ കർത്താവിന്റെ കുടുംബത്തിലെ അംഗമായി ജയിച്ച് നടക്കാൻ കഴിയുള്ളൂ. He has to be born again correctly, then only he can lead a victorious life. പലരും വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുന്നത് പല ലക്ഷ്യങ്ങളോട് കൂടിയാ. Many times people come into faith with many goals. പലരും ദൈവത്തെ ആരാധിക്കാൻ ഇഷ്ടപ്പെടുന്നത് പല ഭൗതിക നന്മകൾക്ക് വേണ്ടിയാ. Sometimes people serve God for financial blessings. ചിലപ്പോൾ ചിലര് കർത്താവിനെ തേടി വന്നത് രോഗസൗഖ്യം പ്രതീക്ഷിച്ചായിരിക്കാം. Sometimes they come to the Lord expecting a healing. അതെ, ഞാൻ ധൈര്യമായി പറയട്ടെ, നമ്മുടെ കർത്താവ് രോഗസൗഖ്യദാതാവാ. I can boldly say that the Lord heals. ചിലർ സാമ്പത്തിക ക്ലേശത്തിന്റെ നടുവിലായിരിക്കും കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചത്. Sometimes people serve God from the midst of financial ഞാൻ troubles. ഉറപ്പായിട്ട് പറയട്ടെ, നമ്മുടെ കർത്താവ് കരുതുന്ന കർത്താവാ. Boldly I am saying the Lord will give you finance. പക്ഷേ ഇങ്ങനെയുള്ളതായ ഭൗതിക കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുത്ത് നിൽക്കരുത്. But do not put your attention on the financial or നമ്മൾ worldly ആ things. ലെവലിനേക്കാൾ ഒരു പടിയൂടെ ഉയരേണ്ടിയിരിക്കുന്നു. We need to come up beyond that. Praise the Lord. Hallelujah. ആത്മീയ ജീവിതത്തിന്റെ ബാലപാഠങ്ങളാണ് നമ്മൾ ഈ തേടി നടക്കുന്നതല്ല. These are all the initial steps of spiritual life. ജീവിതത്തിൽ നമ്മുടെ മാനസാന്തരം ശരിയാണെങ്കിൽ, If our repentance is genuine, നമ്മളുടെ വളർച്ച ശരിയായിരിക്കും. our growth will be genuine. Praise the Lord. Praise the Lord. വിശുദ്ധ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, The word of God teaches us like this. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ കൊണ്ട് ആലയം പണിതതിനാൽ, Because the rocks were already prepared where they were hewn from, അവർ ആലയത്തിന്റെ പണി നടന്നപ്പോൾ they were building the temple, and while during that, അവിടെ മുഴക്കോൽ, ചുറ്റിക, ഇരുമ്പ് ഉപകരണങ്ങൾ എന്നിവയുടെ ഒരു ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. there was no noise heard about using any of the instruments used to prepare a stone. എന്താ അതിന്റെ കാരണം? You know why? വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ കൊണ്ടാ ആലയം പണിതത്. The rocks were already perfected in the place where they were hewn. ഒരു വലിയ മർമ്മം അതിനകത്തുണ്ട്. There is a big mystery there. ഒരു ദൈവവൈതൽ മാനസാന്തരപ്പെട്ട് ദൈവത്തെ അന്വേഷിക്കാൻ തീരുമാനമെടുത്താൽ അവന്റെ മാനസാന്തരം ശരിയായതായിരിക്കണം, യാതൊരു ഊനമുള്ളതാകരുത്. When a child of God is saved, that experience itself should be genuine and without any problems. മാനസാന്തരം കറക്റ്റ് ആണെങ്കിൽ വളർച്ച ശരിയായിരിക്കും. If the repentance is correct, then the growth will be genuine. പലരും എന്തിനാ സഭായോഗത്തിൽ കറക്ഷൻ നടത്തിക്കേണ്ടത്? Well, then why should we correct in the പാസ്റ്റർ നിന്ന് പറയുകയാണ്, എല്ലാവരും സഭായോഗത്തിന് നേരത്തെ വരണം, അല്ലെങ്കിൽ സമയത്ത് വരണം. pastor is always have to say everybody come on time and come to the service. എല്ലാവരും വളരെ മാന്യമായി ഡ്രസ്സ് ധരിച്ച് സഭായോഗത്തിന് വരണം. Everybody should dress properly. എല്ലാവരും യോഗ്യമായി സാക്ഷ്യം പറയണം. Everybody should share the testimony in the right way. ചുരുങ്ങിയ സമയമാണെങ്കിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞപ്പം 3-4 ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു. എത്ര പേർ ശ്രദ്ധിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. The servant of God in a short time gave a few instructions. How many of you Everything should listened? be orderly and decently. Orderly and decently. എന്തിനാ ഇത് കൂടെ കൂടെ പറയേണ്ടി വരുന്നേ? Why should we again and again say this? നമ്മൾ സെൽഫ് ഡിസിപ്ലിൻഡ് അല്ല.
We are not self-disciplined. ഞങ്ങള് സെമിനാരി പഠിക്കുമ്പം ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, പേര് പറയുന്നില്ല. There was a teacher in the seminary, I'm not going to share the name. അവിടുത്തെ ചർച്ചിലെ പല വിശ്വാസികളും അരമണിക്കൂർ 40 മിനിറ്റും ഒക്കെ താമസിച്ചാ വരുന്നത്. Some of the members will come only after 1 hour or 40 minutes. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ പഠിക്കുന്ന സമയത്ത് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ലൈവായിട്ട് നിൽപ്പുണ്ട്. I remember how he commented about that. അദ്ദേഹം പറയും, ഈ ഒരു സൺഡേ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ വന്നു കയറുന്ന ഒരു പ്രതിഭാസമല്ല. A Sunday is not just an occurrence in a week. ഈ ആഴ്ച അറിയാം അടുത്ത ആഴ്ച ഒരു സൺഡേ ഉണ്ടെന്ന്. We know this week itself that the Sunday is coming week. കർത്താവിന് വന്ന് ദീർഘമായാൽ അടുത്ത സൺഡേ ഉണ്ടെന്ന് ഇപ്പോഴേ അറിയാം. We know there will be a Sunday coming if the Lord tarries. ഇത് പറഞ്ഞാലും അടുത്ത ആഴ്ചയും ഈ പുള്ളികൾ ഇങ്ങനെ വരത്തുള്ളൂ. The people will repeat the same thing. കാരണം എന്താ? Why? ശീലിച്ചു പോയി സാറേ, ശരിപ്പെടുത്തില്ലെന്ന് പറഞ്ഞ പോലെ. Because it became a habit. കാരണം വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർന്ന കല്ലൊന്നും അല്ല. Because we are not prepared in the pit itself. ജയജീവിതം നയിക്കണമെങ്കിൽ കഴുകനായി ജന്മമെടുക്കണം. We need to be born as an eagle to be victorious. Praise the Lord. Praise the Lord. അതുകൊണ്ടാണ് മാനസാന്തരം കറക്റ്റ് ആണെങ്കിൽ, So if our repentance is genuine, ദൈവമക്കളെ, അത് ഈ ജനനത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാ. ജന്മവൈകല്യം ഉണ്ടായാൽ പിന്നെ ജീവിതം മൊത്തം വൈകല്യമാണ്. if there is a birth defect, then the whole life there will be a defect. ചിലതൊക്കെ കുറച്ച് സർജറി ചെയ്ത് മാറ്റാൻ പറ്റുമായിരിക്കും. Some of it can be repaired through surgeries. ചിലതൊക്കെ കുറച്ച് മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റും. Some of it medicines will help. അതാ പാസ്റ്റർമാർ ഇടയ്ക്കിടയ്ക്ക് സർജറി ചെയ്യുന്നത്. So pastors also do some surgery. അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഈ ആത്മീയ മരുന്ന് കൊടുക്കുന്നത്. So that's why they give spiritual medicines. എന്നാലെങ്കിലും ഒന്ന് മാറട്ടെന്നാ. Expecting to change. പക്ഷെ പലപ്പോഴും എന്താ മാറാതിരിക്കുന്നത് അറിയാമോ? So you know why they don't change? നമ്മുടെ ജീവിതത്തിൽ നാം അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടാണോ കർത്താവിനെ സേവിക്കാൻ അറിയുമെന്ന് നാം പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. We need to know that the one who we know, do we really know him? Praise the Lord. Hallelujah. ഈ വിഷയം പറയുമ്പോൾ എന്നെ ഒരു നിമിഷം ചേർത്ത് പറയാറുണ്ട്. ഞാൻ ഇങ്ങനെയാ ചിന്തിക്കുന്നത്, നമ്മൾ കർത്താവിനെ കണ്ടത് രോഗശാന്തിക്കാണെങ്കിലും ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുവാൻ കഷ്ടതയുടെ മധ്യത്തിലാണെങ്കിലും എന്ത് കാര്യമാകട്ടെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കർത്താവിനെ സേവിച്ച് നടക്കേണ്ടത് ഇവയുടെ ഒന്നും മാനദണ്ഡത്തിലല്ല. Maybe we came to the faith because of some troubles in our life, but that is not the scale we are going to use in our spiritual life. ഞാൻ എൻ്റെ കർത്താവിനെ സേവിക്കുന്നത് അവൻ രോഗസൗഖ്യം തന്നതുകൊണ്ടല്ല. I am not serving my God because he gave me a healing. എന്റെ സമ്പത്തുകളെല്ലാം വർദ്ധിപ്പിച്ചതുകൊണ്ടല്ല Not because ഞാൻ കർത്താവിനെ പിൻപറ്റുന്നത്. Not because he blessed my finances. That's not why I am serving എനിക്ക് him. കാർ തന്നതുകൊണ്ടോ വീട് തന്നതുകൊണ്ടോ വിദ്യാഭ്യാസം തന്നതുകൊണ്ടോ അല്ല എന്റെ കർത്താവിനെ സേവിക്കുന്നത്. I'm not serving God because he gave me a car or education or a house. പകരം അവൻ എന്റെ പ്രാണന്റെ വീണ്ടെടുപ്പുകാരനായി മാറിയത് കൊണ്ടാ. Because he redeemed my life. എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? How many of you say that? എന്റെ പ്രാണന്റെ വീണ്ടെടുപ്പുകാരനാ. Oh, he redeemed my life. How many of us can say ആമേൻ. that? അവൻ എന്റെ പ്രാണന്റെ വീണ്ടെടുപ്പുകാരനാ. Oh, he is the redeemer of my life. ഞാൻ എന്റെ കർത്താവിനെ സേവിക്കുന്നത് ഭൗതികം നോക്കിയല്ല. I do not serve my God because of the ഞാൻ എന്റെ earthly കർത്താവിനെ blessings. സേവിക്കുന്നത് ലോകത്തിലുള്ള ഒരു കാര്യങ്ങളുണ്ടല്ല. Not because for any worldly things. ഈ ലോകം എനിക്ക് എല്ലാത്തിലും അനുകൂലമായതുകൊണ്ടല്ല. Not because this world is with എന്റെ me. കർത്താവിനാൽ ഞാൻ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവമായതുകൊണ്ട് ഞാൻ അവനെ പിൻപറ്റുന്നു. I follow him because I'm a born again child of God. ഓ ഹല്ലേലൂയ. Hallelujah. എത്ര പേർക്ക് പറയാൻ കഴിയും? Praise the എന്റെ Lord. കർത്താവിനെ ഞാൻ സേവിക്കുന്നത് ഒരു യഥാർത്ഥ ദൈവമായതായിട്ട് വീണ്ടും ജനിക്കപ്പെട്ടത് കൊണ്ടാണെന്ന്. How many of us can say that I serve God because I'm a born again, genuinely born again child of God? ആമേൻ. Amen. സ്വയം വേഗത്തിൽ പോകുന്നില്ല. ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരട്ടെ. വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ വേഗം പോവുക. I would like to move രണ്ടാമത്തെ forward. കാര്യം എന്താ അറിയാമോ? The second thing. കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ കൂടനക്കി പറക്ക പഠിപ്പിക്കുന്നു. The eagle shakes its nest and trains his little ones to fly. വചനത്തിൽ വാക്യമുണ്ട്, വേണേ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ആവർത്തനം 32:11 വാക്യം. Deuteronomy 32:11 speaks of that. അവിടെ രണ്ട് ഘട്ടങ്ങളാണ് പറയുന്നത്. There are two problems there. രണ്ട് ഘട്ടങ്ങളായിട്ടാണ് കൂടനക്കുന്ന കാര്യം പറയുന്നത്. Two stages the eagle changes its nest. ഒന്ന് കൂട് പൊളിക്കുന്നു. First, the eagle will destroy its nest. ഒരു കഴുകന്റെ കൂടെന്ന് പറയുന്നത്
ഏതാണ്ട് 5 ടൺ ഭാരം ഉണ്ടാകുമെന്നാ പറയുന്നത്. The eagle's nest is very heavy. അതിന്റെ കാരണമൊക്കെ ഞാൻ അടുത്ത പോയിന്റ് പറയാൻ സമയമുണ്ടെങ്കിൽ. I will explain it more next time. കാരണം ഇത് വലിയ കൂടാണ് വെക്കുന്നത്. It makes a big, humongous nest. അതിന്റെ ഏറ്റവും അകത്ത കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ഭാഗം മാത്രമേ സോഫ്റ്റ്നെസ് ഉള്ളൂ. The only soft part in that nest is the middle portion where the ചുറ്റും babies. എല്ലാ മുള്ളുകളും കമ്പുകളും പരുപരുത്ത വലിയ തടികളും ഒക്കെ കൊണ്ടുവന്ന് വെച്ചാണ് ഇത് കൂട് മെനയുന്നത്. The rest of the cage is, or the nest is all ഈ hard stuff. കുഞ്ഞുങ്ങൾ അവിടെ സുഖമായി തീറ്റിയും വാങ്ങി തിന്നുകൊണ്ടിരിക്കുമ്പോൾ When these little ones are always eating ഈ and comfortable, തള്ളക്കഴുകൻ ചെയ്യുന്ന കാര്യം അറിയാമോ? Do you know what ഇതൊരു their mother ദിവസം does? വന്ന് ഈ സോഫ്റ്റ്നെസ് എല്ലാം കൊത്തിപ്പറിച്ചു കളയും. the mother eagle will come and remove all the soft parts of the nest. എന്തിനാ അത് കൊത്തുന്നത് അറിയാമോ? Do you know why? ഈ കുഞ്ഞുങ്ങൾ എന്നും ഈ തള്ളയുടെ തീറ്റിയും വാങ്ങിച്ച് അവിടെ തന്നെ ഇരിക്കുക. Oh no, the babies are always receiving from the mother and ഇതൊരു staying ആത്മീയ there. ജീവിതത്തിന്റെ അപജയത്തെ കാണിക്കുന്ന കാര്യമാണ്. This is not a victorious life. This is a failure. നമ്മൾ വചനം കേൾക്കുകയും ആരാധിക്കുകയും മീറ്റിങ്ങുകൾ പങ്കെടുക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നാം എന്നും ആത്മീയത്തിൽ ശിശുക്കളായിരിക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. God does not want us to be babies in faith, even while we are coming to the church and ഇത് praying and all. കേൾക്കും തോറും നമ്മൾ വളർച്ച പ്രാപിക്കുകയും സ്വയം പര്യാപ്തതയിലേക്ക് നാം വളരുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. We need to grow into a self-assuring personality after all doing this. നമ്മുടെ നേതൃത്വം ഒരു ദിവസം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിട്ടുപോയാലും പരാജയപ്പെടുന്നതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം. If our leadership one day forgets to pray for us, our lives should not fall apart. പ്രാർത്ഥിച്ച് ജയമെടുക്കാനുള്ള ആത്മീയ ആരോഗ്യം നമ്മുടെ ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കണം. We need to have the spiritual strength to come out victorious. Praise the Lord. Hallelujah. ഇവിടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഡിപ്പെൻഡന്റ് ആയിട്ടിരിക്കുമ്പോൾ Here the babies are dependent on the mother. തള്ള ചെയ്യുന്ന പരിപാടിയാ കൂടിളക്കുക. To stop that, the mother destroys the nest. പ്രിയ ദൈവമക്കളെ, ഈ കൂട് ഇളക്കിയിട്ട് ഇത് വീണ്ടും ചിറകടിച്ച് അവിടെ തന്നെ ഇരിക്കും. Even if the mother removes all the soft part, the babies will still huddle there. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് അപ്പോഴാണ് അത് പോകുന്നത്. So the eagle turns to the second stage. കൂട് ഇളക്കി വെറുതെ വെക്കുകയല്ല. She doesn't just destroy the ഈ nest. കുഞ്ഞുങ്ങളെ ഇതങ്ങ് പൊക്കിയെടുക്കും. The mother eagle will lift the children. കുഞ്ഞുങ്ങളെ കൊത്തിയെടുക്കും. She will pick them up. ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് പിന്നെയും പറക്കും. And she will fly high into that rock. എന്തെന്നറിയാമോ? You know why? ആ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയി ആ ശൂന്യതയിൽ അത് വെറുതെ വിടും. And she will drop the babies. ഓ, നമുക്ക് തോന്നും വലിയ പ്രയാസമായി പോയെന്ന്. Oh, we will think it is so bad. എന്തൊരു അന്ധകരണമായി കാണിക്കുന്നേ. Oh, what a way to deal with your child. പക്ഷേ എന്താ മൂന്നാമത്തെ ഘട്ടത്തിൽ അത് പോവുക. It's going into the third stage now. കുഞ്ഞുങ്ങളെ അത് വിട്ടിട്ട് മാറിപ്പോവുകയല്ല. Yeah, she just doesn't. നോക്കി അതിന്റെ കൂടെ പറന്നു നിൽക്കും. She just doesn't drop the baby, but she will always fly with the baby. വരുന്ന സമയം നോക്കി ഈ പർവ്വതത്തിൽ ആ കുഞ്ഞുങ്ങൾ ചിറകടിച്ച് തകർന്നുവെന്ന് കാണുമ്പോൾ ഈ തള്ള പറന്നു വന്ന് അതിനെ ചിറകിന്മേൽ വഹിച്ചെടുക്കും. Before the babies crash into the rocks, the mother eagle will swoop down and carry the little ones on its wings. നമ്മെ അവൻ കൂടിളക്കി വെറുതെ വിട്ട ദൈവമല്ല. Our God is not a God who will destroy our nest and leave us alone. പറഞ്ഞു വിട്ടത് പ്രതിസന്ധിയിലേക്ക് വിട്ടിട്ട് നിന്റെ ആത്മനാഥൻ മാറിപ്പോകാറുന്നില്ല. നമുക്ക് ചുറ്റും അവൻ നമ്മെ പരിപാലിച്ചുകൊണ്ട് പറന്നു നിൽക്കുകയായിരുന്നു. നീ തകർന്നു പോകാൻ തോന്നിയ നേരം പറന്നു വന്നിട്ട് നിന്നെ ചിറകിൻ മീതെ വഹിച്ചു കൊണ്ടുപോയ നാഥനാ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ്. Our Lord, our Redeemer, does not leave us alone, didn't leave us alone after dropping us, but He was surrounding us and He lifted us again on His wings. Praise the Lord. Amen. അതുകൊണ്ടല്ലേ ഭക്തനായ പാട്ടുകാരൻ പാടിയത്, പറന്ന് താണിട്ട് അതിനെ തന്റെ ചിറകിൻ കീഴിൽ വഹിച്ച് നടത്തും തള്ളയും. That is why the singer said that the eagle will always lift its babies on its wings. Hallelujah. Hallelujah. നമ്മളെ പലപ്പോഴും നമ്മുടെ സുരക്ഷിതമായ താവളങ്ങൾ ദൈവം ഇളക്കിയിട്ടുണ്ടാകും. God may many times destroyed our refuge and ചില കംഫോർട്ട് സോണിലൊക്കെ നമ്മൾ ആയിരിക്കും തോന്നുമ്പോഴാ
ചില പ്രതിസന്ധി വന്ന് അതൊന്ന് ഇളകുന്നത്. Oh, sometimes it destroys our comfort zones. എന്തിനാണെന്നറിയാമോ? You know why? നമ്മളെ തകർക്കാനല്ല, Not to destroy us, നമ്മളെ പറക്ക പഠിപ്പിക്കാനാ, to teach us to fly high, വിശ്വാസം പഠിപ്പിക്കാനാ, to teach us the faith, ദൈവകൃപ പഠിപ്പിക്കാനാ. to teach us grace. എത്ര പേർ ദൈവത്തിന് സ്വതന്ത്രം പറയാൻ How കഴിയും? many of us can praise കഴിഞ്ഞ God? നാളുകളിൽ രോഗം തന്നത് നിന്നെ തകർക്കാനല്ല. Oh, not to destroy us did He give us any illness. നാം രോഗിയായതുകൊണ്ടല്ലേ നമ്മുടെ കർത്താവ് സൗഖ്യദായകനാണെന്ന് കാണാൻ കഴിഞ്ഞത്. We could only experience God as a healer because we were sick. നീ കാരാവാടത്തിൽ പെട്ടതുകൊണ്ടല്ലേ ദൈവം നമ്മെ വിടുവിക്കുന്നവനാണെന്ന് കാണാൻ കഴിഞ്ഞത്. You know that the Lord will help you because you are in that car accident. Hallelujah. മക്കൾക്ക് നന്ദിയോടെ ദൈവത്തിന് സ്വതന്ത്രം പറയാൻ കഴിയും. Oh, how can we can praise God? തകർത്ത് കളയാനല്ല, Not to ദൈവം നമ്മെ destroy. പണിതെടുക്കുവാനാ. To build you up. ഓ ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അവൻ നമ്മെ പണിതെടുക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ മുഖാന്തരങ്ങളെ നമ്മൾ പണിയാൻ പോകാതെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. God, our Lord will do great things with us if we surrender. It is not to destroy us but to build us up. Praise the Lord. Hallelujah. അവൻ നമ്മെ തകരാൻ സമ്മതിക്കാത്തവനാ. He will never let us be അവൻ നിന്നെ destroyed. തകരാൻ സമ്മതിക്കാത്തവനാ. He won't let us get hurt. ഹല്ലേലൂയ. Hallelujah. കാരണം ഈ സഭയുടെ വീണ്ടെടുപ്പുകാരൻ ആത്മമണവാളനായ കർത്താവാ. Our Lord is the Redeemer of this church. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും. That's why the Lord said, I will build my church. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. Gates of hell shall not prevail against Yes, it. എത്ര ദൈവമക്കൾക്ക് വിശ്വാസത്തെ Hallelujah. കർത്താവെ ആരാധന കഴിയും? നിന്നെ ഹൂറബാലബാസ്. തകർത്ത് കളയുവാൻ എത്ര ശത്രു ശ്രമിച്ചാലും പാതാള ഗോപുരങ്ങൾക്ക് അതിനെ തകർക്കുവാൻ കഴിയാതെ Even if- ഇരിക്കുന്നത് പോലെ ദൈവം നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. God will protect you even if however hard the gates of hell shall try, they will never prevail against you. ആമേൻ. Amen. പിശാച് പല പദ്ധതി ഒരുക്കും. Oh, enemy will come with many schemes. കാരണം അടുത്ത ഘടകം ഇതാണ്, നാലാമത്തെ കാര്യം. Oh, the fourth thing. കഴുകൻ ശത്രുവിന്റെ മേൽ ജയമെടുക്കുന്നു. Oh, the eagle will always prevail over its enemy. അതിന്റെ കാരണം എന്നറിയാമോ? You know why? ആ ജയമെടുക്കാനുള്ള കാരണം Oh, why does it be അത് victorious? ഉന്നതികളിലാണ് വസിക്കുന്നത്. Because the eagle lives up high. ഒരു കഴുകനും താഴ്വരയിൽ കൂടുവെക്കത്തില്ല. No eagle shall build his nest in the valley. കഴുകൻ അതിന്റെ കൂടുവെക്കുന്നത് ഉന്നതങ്ങളിലാ, The eagle will പർവ്വതത്തിലാ. always build his nest in the highs. അതിനൊരു കാരണമുണ്ട്. There is another reason for that. കാരണം എന്നറിയാമോ? കഴുകന്റെ ഏറ്റവും വലിയ ശത്രു സർപ്പമാണ്. Because the eagle's biggest enemy is the serpent. സർപ്പമാണ് അവന്റെ ഏറ്റവും വലിയ ശത്രു. Serpent is the biggest enemy of the അതിന്റെ eagle. കുഞ്ഞുങ്ങളെ എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ഏക ജീവി ഈ സർപ്പമാണ്. The serpent is the only thing that steals its eggs. ഇത് or babies. താഴേന്ന് ഇറങ്ങി കയറി വന്നാൽ ഉന്നതികളിൽ ഇരുന്നാൽ ഇതിന് കാണാം. Because its nest is so high, the eagle can see the serpent coming up the rock. ദൈവത്തിന്റെ പൈതലെ, Oh, child of God, ഇതെന്തിനാ സൂചിപ്പിച്ചറിയാമോ? do you know what this means? ഇത് പഴയ പാമ്പായ പിശാച്, The old serpent, the enemy. നമ്മുടെ ആദ്യ മാതാപിതാക്കളെ പാപം ചെയ്യിക്കാൻ കാരണമായി തീർന്ന പഴയ പാമ്പുണ്ടല്ലോ. The old serpent, the ancient serpent that made Adam and ഈ Eve fall. പഴയ പാമ്പ് This old serpent, എന്താ ചെയ്യുന്നറിയാമോ? do you know what it does? അവന്റെ പരിപാടി ദൈവമക്കളെ തകർക്കാന്നുള്ളതാ. Oh, his scheme is to destroy the children of God. യോഹന്നാൻ പറയുന്നത് പിശാച് മാത്രമല്ലെന്നാ. John says it's not just the enemy. ദൈവമക്കളുടെ ശത്രു മൂന്ന് കാര്യങ്ങളാണ് താൻ പഠിപ്പിക്കുന്നത്. Oh, he teaches three things are our enemies. അതിൽ പിശാച് മൂന്നാമത്തെ സ്ഥാനത്തേ ഉള്ളൂ. The enemy or the devil is only in the third place. ഒന്നാമത്തെ ശത്രു ലോകമാ. The first one is the world. രണ്ടാമത്തെ ശത്രു നമ്മുടെ ജഡമാ. The second one is our flesh. മൂന്നാമത്തേതാ പിശാച്. The third enemy is the devil. നോക്കണേ, പറയുന്നത് എന്താണ് നമ്മുടെ അവസ്ഥ? Look at our situation. നമ്മൾ ഈ ലോകത്തിൽ പാർക്കുന്നെങ്കിലും ലോകം നമുക്ക് അനുകൂലമല്ല. Even though we live in this world is not in our favor. എന്താ ഈ ലോകം നമുക്ക് വലിയതായി തോന്നുന്നത് അറിയാമോ? You know why this world looks to us so നമ്മൾ big? ലോകത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാ. Because we are close to the world. നമ്മൾ ലോകത്തോട് ചേർന്ന് നിൽക്കുന്നത് Because we are so close to the world. ഞാൻ ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ When I travel in a flight, കഴിയുമെങ്കിൽ ഞാൻ സൈഡ് സീറ്റ് വാങ്ങിക്കും. I will try to get a side seat. കാരണം അവിടെ ഇരുന്നോണ്ട് എനിക്ക് ആകാശ കാഴ്ച കാണുന്നത് വലിയ ഇഷ്ടമാണ്. I like to look down and see the world. അപ്പൊ ഞാൻ താഴോട്ട് നോക്കും. I will look down. ഞാൻ എയർപോർട്ടിലോട്ട് വരുന്ന വഴി ഈ റോഡിൽ കൂടെ പോയ
മനോഹരമായ അത്യാഡംബര കാറുകൾ എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. I've always liked all these luxury cars when I see them. ഒറ്റ സ്വിച്ച് ഇട്ട് അതിന്റെ ഡോറെല്ലാം കൂടെ തുറന്ന് അത് മേളിലോട്ട് ഓപ്പൺ ആകുന്നു, അപ്പോൾ തന്നെ താഴെ വരുന്നു. ഫ്ലൈറ്റ് പോകുന്ന പോലെ റോഡിൽ ഒഴുകി നടക്കുന്ന ഈ കാറ് കാണുമ്പോൾ കോടികൾ വിലയുള്ള കാർ മോഹിപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? Oh, we always like when we see all these luxury cars. It's like wings, its door opens and closes and it just flows through the road. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇതൊന്നും നിങ്ങളെ മോഹിപ്പിക്കുന്നില്ലെന്ന് തോന്നുന്നു. നല്ലത് തന്നെ. I am glad the way you look, this is not favorable for you. ഒന്ന് അടുത്ത് നോക്കണം. ഒരാൾ പുതിയ വണ്ടി വരുമ്പം വരുന്നത് കണ്ടേച്ചാ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പറയും, അച്ഛാ നമുക്ക് ഇതങ്ങ് മാറ്റിയേച്ച് അതിൻ്റെ പുതിയ വേഷം വന്നിട്ടുണ്ട്, അത് വാങ്ങണം. You know, you might see somebody having a new car and then you will tell your... ഞങ്ങളുടെ അവിടുത്തെ കാര്യം അങ്ങനെ കേട്ടോ, ഇവിടത്തെ കാര്യമല്ല. So we will say, oh, we need to get a newer version of that. ആവശ്യമില്ലെങ്കിൽ 2-3 മുറിയുള്ള വീടുണ്ട്. We have a house with 2 or 3 rooms. അടുത്ത ആള് അവിടെ നിന്നൊരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് വെച്ചപ്പം അതിന്റെ ഹൗസ് വാമിങ്ങിന് പോയി കണ്ടേച്ച് വരിക, അച്ഛാ നമ്മുടെ വീടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. You know, you go to a new neighbor's house with a... നമുക്ക് ആഗ്രഹമില്ലാത്തോണ്ടാ, മോഹമില്ലാത്തോണ്ടാ. So then we want a bigger house. അവിടെ താമസിക്കാൻ പിള്ളേർ പോലും ഇല്ല. We don't have, you know, children are living there. 4 പേരുള്ളത് 4 രാജ്യത്താ. 4 children are in 4 countries. ആകെ ജീവിക്കുന്നത് ഒരു പട്ടിയും കുട്ടിയുമായിട്ടാ. Only a dog is there with you. എന്നിട്ടാണ് പിന്നെ 3 ഇവിടെ വെക്കുന്നത്. And then you want to again extend your house. എന്തിനാ? അടുത്തവൻ ഒരെണ്ണം വെച്ചു. Because the neighbor made a bigger അതിനേക്കാൾ one. മുകളിൽ നിൽക്കണം നമ്മുടെ നില. Oh, we need to be even better അങ്ങനെ than that. പറയാത്ത അരിസോണയിലെ വിശ്വാസികൾക്കായിട്ട് സ്തോത്രം. I praise God for Arizona believers who doesn't believe like എന്റെ this. വിഷയത്തിൽ തന്നെ വരാം. Let me come നമ്മൾ back. ഈ റോഡിൽ വരുമ്പോൾ ഈ കാറ് കാണുമ്പോൾ നമ്മളെ മോഹിപ്പിച്ച് നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുക. ഓ കൊള്ളാം. We are looking at this car and saying, oh, this is great. പെട്ടെന്ന് ഫ്ലൈറ്റ് കയറി We go in the flight. ഞാൻ ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ And when I look down from the ആ flight, കണ്ട കാറൊക്കെ ആ റോഡെ ഓടുന്നുണ്ട്. this car is same car is going on ഫ്ലൈറ്റ് the ഒന്ന് road. ടേക്ക് ഓഫ് ചെയ്തു. And the flight is taken off. ഞാൻ എന്റെ മൊബൈൽ ഓൺ ചെയ്തോണ്ടിരിക്കുക ഈ താഴത്തെ കാഴ്ച കിട്ടാൻ. I am trying to record. അരിസോണയിലോട്ട് വന്നതിന്റെ 6 ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. I have 6 clips recorded on my phone. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പം And when I look down, ആ കാറുകളൊക്കെ കുറച്ച് ചെറുതായി. the cars all become so small. അത് ഓടുന്ന റോഡ് ചെറുതായി. The road it goes is even smaller. വീണ്ടും ഫ്ലൈറ്റ് ഉയർന്നു. The flight even goes up high, കുറച്ചുകൂടെ ഉയർന്നു. even higher. ആ കാർ ഞാൻ ഫോക്കസ് ചെയ്തോണ്ടിരിക്കുക, പക്ഷെ കാർ ഒരു പൊട്ടുപോലായി. Now the car is like a dot. നിറം അറിയത്തില്ല. I don't understand its color. ഓടുന്ന റോഡ് അറിയത്തില്ല. I can't see the road. വീണ്ടും അത് ഉയർന്നു. And again the flight goes higher. എന്റെ ദൃഷ്ടിക്ക് മറഞ്ഞു. And I can't even see the car. എന്താ ദൈവമക്കളെ? Why is that? ക്രിസ്തു വസിക്കുന്ന ഇടമായ Oh, the Lord lives in the heavens. ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. Think about things in the ഈ heaven. ലോകത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ടാ We are so close to the ഈ world. ലോകം നമ്മുടെ കണ്ണിനെ ആഞ്ചിക്കുന്നത്. That is why this world is showing ഈ things to us. ലോകം നമുക്ക് സൗന്ദര്യമുള്ളതായി തോന്നുന്നത് നമ്മുടെ അറ്റാച്ച്മെന്റ് ലോകത്തോടായതുകൊണ്ടാ. Because we are so attached to the world, it looks so ആ desirable. ലോകത്തിൽ നിന്ന് ഒന്ന് അറ്റാച്ച്മെന്റ് ഒന്ന് മാറ്റിയേച്ച് Oh, remove that attachment from the world. ദൈവത്തോടൊന്ന് ചേർന്നിരിക്കാൻ തയ്യാറായ Oh, be close to the Lord. ഈ ലോകം നമ്മളെ ആകർഷിക്കത്തില്ല. This world will not attract us. ഈ ലോകമാണ് നമ്മുടെ ഒന്നാമത്തെ ശത്രു. The world is our main enemy. എന്തുകൊണ്ട് ആരാധനയ്ക്ക് വരുമ്പോൾ അധികം ഫാഷണബിൾ ആയിട്ട് പോകുന്നത്? Oh, why are we so fashionable when we go out for the church? എന്തുകൊണ്ടാണ് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് നിയന്ത്രിച്ച് മോഡസ്റ്റായി നിർത്താൻ കഴിയാതെ നമ്മൾ ഓവറായി പോകുന്നത്? Why do we go overboard without being modest? നമ്മൾ ഈ ലോകത്തോട് ചേർന്ന് നിൽക്കുന്നേ. Because we are so close to the world. നാം ലോകത്തിലുള്ളവരാണെങ്കിലും ലോകക്കാരല്ല. We might be in the world, but we are not നാം worldly. ദൈവത്തിലുള്ളവരാ. We are for the Lord. എത്ര നമുക്ക് മനസ്സിലാകുന്നുണ്ട്? How many of us can നാം understand this? ദൈവത്തിലുള്ളവരാ. We belong to the ഈ Lord. ലോകം നമ്മെ സ്വാധീനിക്കരുത്. The world should not influence us. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകാതെ Do not be like worldly. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് മുതുക്കി രൂപാന്തരപ്പെടുവീൻ. Change your mind so that you will know the will of God. Praise the Lord. Hallelujah. ജഡം ഒരു മറ്റൊരു പ്രതിസന്ധിയാ. The other one is flesh. എല്ലാം വിവരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ഓടി നിർത്തുകയാ. I am going faster now. ഒരു വായുടെ പാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. I am going to conclude after saying one thing. രോഗം കഴിഞ്ഞാൽ നമ്മളെ സ്വാധീനിക്കുന്ന ശക്തിയാണ് നമ്മുടെ ജഡം.
After the world, the flesh influences us. എന്താ ഈ ജഡം ഇങ്ങനെ നിൽക്കുന്നേ? Why is this flesh so high? സ്തോത്രം. എന്താ ജഡത്തിന്റെ പ്രവൃത്തി മുമ്പിൽ നിൽക്കുന്നേ? What is standing in front of us? നമ്മൾ ജഡത്തെ മരിപ്പിച്ചിട്ടില്ല. Because our flesh is still alive. കർത്താവിൽ നമ്മൾ ഒന്നിനെ മരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, If we have put our flesh to death, അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത് that is why Paul says, ഞാൻ ദിനേന മരിക്കുന്നെന്ന്. oh, that's why Paul says, I die every day. ഐ ഡൈ ഡെയിലി എന്നാ പറഞ്ഞത്. I die daily. ഇത് കേട്ടപ്പോൾ ഒരിക്കൽ അമ്മാമ്മ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. Once Mama said, hallelujah. ഐ ഡൈ ഡെയിലി എന്ന് പറഞ്ഞപ്പോ I die, when she heard I die daily. പുള്ളിക്കാരത്തി വ്യാഖ്യാനിച്ച് ഞാൻ ദിവസം തോറും ഡൈ ചെയ്യുന്ന She thought she was dying, about dyeing her hair. ചിന്ത പോകുന്ന പോക്കെ. That's the way the thought goes. പൗലോസ് പറഞ്ഞു ഞാൻ ദിനേന മരിക്കുന്നെന്നാ. Paul says, I die daily. എന്റെ ജഡം മരിപ്പിക്കുക. എന്തിനാ? I kill my flesh every അതിന്റെ day. വിശദീകരണം അടുത്ത വാക്യത്തിൽ പറഞ്ഞു. The next verse says, നിങ്ങളോട് പ്രസംഗിച്ച ശേഷം കൊള്ളരുതാത്തവരെന്ന് വരാതിരിപ്പാൻ because I preach to you and I don't want to end up bad. ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നെന്ന്. I train my flesh. അവിടെ പൗലോസ് പറഞ്ഞ വാക്കായി മോട്ടിഫൈ മൈ ബോഡി എന്ന്. I mortify my body. എന്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക. I mortify my body and make it a slave. ജഡം ഉയരാൻ കാരണമാകുന്നത് മരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. Our flesh is raised because it is not yet dead. ദിനംതോറും ക്രിസ്തുവിൽ മരിക്കുന്ന ദൈവവൈതൽ Oh, a child of God who always dies in the Lord, കർത്താവിൽ വിജയകരമായി ജീവിക്കും. he will have a victorious life. പിശാച് അവന്റെ അടുത്ത പ്രതിസന്ധിയാ. Oh, the next one is devil. അതുകൊണ്ടാണ് കഴുകൻ ഉയർന്നു പാർക്കുന്നത്, ഉയരത്തിൽ പാർക്കുന്നത്. That is why the eagle flies high. അവൻ ഈ ദിവസങ്ങളിൽ പിശാചിനോട് എതിർത്ത് നിൽക്കണം, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടി പോകും. These days, fight against the enemy and he will run away from you. സ്തോത്രം. അടുത്തൊരു ഭാഗം പറഞ്ഞ് നിർത്തട്ടെ. Let me tell one thing more and say stop. ഒരു ദൈവപൈതൽ വിജയകരമായി കഴുകനെ പോലെ പറക്കണമെങ്കിൽ, For a child of God to be victorious like an കഴുകനെ eagle, പോലെ പുതുക്കം പ്രാപിക്കണം. he needs to renew like an eagle. 103:5 നമ്മൾ പതിവായി വായിക്കുന്നല്ലോ. Oh, Psalms 103:5 we always read. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം. Oh, let your youth be renewed like the eagle. നിന്റെ വായിക്ക് നന്മോട് നിർത്തി വരുന്നു. Oh, God makes എങ്ങനെയാ bless കഴുകനെ you with പോലെ your പുതിയ mouth. വരുന്നറിയാമോ? Know how that eagle is renewed? അത് ജീവിക്കണമെങ്കിൽ അത് തീരുമാനിക്കണം. The eagle has to decide if it has to live. അതെങ്ങനെ തീരുമാനിക്കുന്നേ? How does it decide? ഈ കഴുകൻ പ്രായമാകുമ്പോൾ When the eagle grows old, അത് മരിച്ചു പോകും, ചത്തുപോകും. it will die. പക്ഷെ എന്താ ചെയ്യുന്നറിയാമോ? You know what it does? ഇത് പോയി ഒരു ഉയർന്ന പാറയിൽ ഇരുന്നിട്ട് Well, like on a rock high, ഇതിന്റെ ചുണ്ടുകൾ പാറയിലിട്ട് ഉരയ്ക്കും. it will rub its beak against the rock. നഖങ്ങൾ ആ പാറയിലിട്ട് മാന്തും. Or the claws, he will rub against the rock. തൂവലുകളെല്ലാം കൊത്തിപ്പറിക്കും. He will remove its, he will take out all its feathers. കൊത്തിപ്പറിച്ച് കളയും. അപ്പോൾ അതിന്റെ ശരീരത്തിൽ നിന്ന് ചോര പൊടിഞ്ഞു വരും. There will be blood in his body. ഒരു മാംസളമായ രീതിയിൽ അത് അവിടെ ഇരിക്കും. It will be like a pound of flesh there. ആഴ്ചകൾ കഴിയുമ്പോൾ, After a few weeks, മാസങ്ങൾ കഴിയുമ്പോൾ, after a few months, അതിന്റെ പുതിയ തൂവൽ കളിക്കും. the new feathers will come. അതിന്റെ ചുണ്ടുകൾ ചമനയുക്തമായി തീരും. Oh, its beaks will be അതിന്റെ better. നഖങ്ങൾ എളുതായി മാറും. Its claws will be അത് better. വീണ്ടും പുതുക്കം പ്രാപിച്ച് It will be ദീർഘനാൾ ജീവിക്കും. renewed. It will renew ഒരു and it will ദൈവത്തിന്റെ keep പൈതലേ, living. നീ ആത്മീയത്തിൽ വളരണമെങ്കിൽ അത് ദൈവ പൈതലിന്റെ കയ്യിൽ തന്നെയുള്ള കാര്യമാണ്. Oh, for you to grow spiritually, it is നമ്മുടെ you. ആത്മീയം സഭയുടെ ഭാഷയിലല്ല. Not in our pastor's hand. നമ്മുടെ ആത്മീയം നമ്മുടെ ബന്ധുക്കളുടെ കയ്യിലല്ല. Not in our relatives' hands. നമ്മുടെ ആത്മീയം നമ്മുടെ കരങ്ങളിലാണ്. Our spirituality is in our hands. അവൻ നീ ആത്മീയത്തിൽ വളരണോ വേണ്ടായോ എന്ന് ഓരോ ദൈവപൈതൽ തീരുമാനിക്കണം. Each one of us should decide whether I should grow or not. നമ്മുടെ യൗവനം ഒന്ന് പുതിയ ഒരുപാടായി തീരണം. Let our youth be renewed today. ആദ്യ വിശ്വാസത്തെ പോലെ, Oh, like the first ആദ്യ faith, ആത്മീയത്തെ പോലെ, like the first ആദ്യ spirituality, ദൈവകൃപയെ പോലെ the first grace we നാം enjoy. മടങ്ങി വരുവാൻ തയ്യാറായാൽ Let us be renewed. കഴുകനെ പോലെ ജയജീവൻ നയിക്കാം. Then we will be able to be victorious like the ക്ഷണിച്ചു eagle. പോയേക്കാം, ബാല്യക്കാർ ക്ഷണിച്ചു പോയേക്കാം, Oh, the young ones will be frail. യൗവനക്കാർ തകർന്നു പോയേക്കാം. The youth shall എങ്കിലും stumble. യഹോവയെ കാത്തിരിക്കുന്നവർ But those who wait upon the അവർ Lord, കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കും. oh, they will renew their strength like അവർ eagle. ക്ഷണിച്ചു പോകാതെ ഓടും, They will run without getting weary. തളർന്നു പോകാതെ നടക്കും. Without fainting, ഈ they will walk. ദിവസങ്ങളിൽ നമുക്ക് ജയജീവൻ നയിക്കാൻ തയ്യാറെടുക്കാം. Let us be ready to എത്ര have a കർത്താവിനെ victorious കാത്തിരിക്കാൻ life. തയ്യാറാകും. Let us wait on യഹോവയെ the Lord. കാത്തിരിക്കുന്നവർ Those who wait on the അവർ Lord, ശക്തിയെ പുതുക്കും. they will renew their നമുക്ക് strength. കർത്താവിനോട് കാത്തിരിക്കാം. Let us wait on the Lord. മറ്റുള്ള ശ്രദ്ധ നമുക്ക് വിടാം. Let us leave everything else. ലോകത്തോടുള്ള നോട്ടം അവസാനിപ്പിക്കാം. Let us not look into the world. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം. Let us look into the face of God. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless us with this.